അല്പവസ്ത്രം ധരിച്ച് ആണുങ്ങളും പെണ്ണുങ്ങളും മിക്സായിട്ട് കളിക്കുന്ന ഒരു സാധനമാണ് അത്രേ സൂംബ ഡാൻസ് എന്നൊരു പ്രഗത്ഭ പണ്ഡിതൻ. എനിക്ക് തോന്നുന്നത് പുള്ളീനെ ആരോ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഒന്നെങ്കിൽ ക്യാബറ ഡാൻസ് കാണിച്ചു, അല്ലെങ്കിൽ മറ്റേ ബെല്ലി ഡാൻസ് കാണിച്ചു. ഈ 2 സംഭവങ്ങൾ പുള്ളീനോട് വരൂ നമുക്ക് സൂംബ കാണാൻ പോവാം എന്ന് പറഞ്ഞ് പുള്ളീനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഈ തരത്തിലുള്ള ഏതോ ഡാൻസ് കാണിച്ചെന്ന് തോന്നുന്നു. കാരണം സൂംബ ഡാൻസ് ഇപ്പോൾ പഠിപ്പിക്കുന്ന സ്കൂളുകളിലാണെങ്കിൽ എല്ലായിടത്തും ഈ വിദ്യാർത്ഥികൾ അവരുടെ യൂണിഫോമിൽ ആണ് വരുന്നത്. സ്കൂളുകൾക്കെല്ലാം ഇപ്പോൾ കൃത്യമായിട്ട് യൂണിഫോം ഉള്ളത് കൊണ്ട് തന്നെ ആ യൂണിഫോമിൽ വന്നിട്ടാണ് ഇവരിതൊക്കെ പഠിക്കുന്നത്. അപ്പോൾ ഈ അല്പവസ്ത്രം ധരിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്ന് കളിക്കുന്നതാണ് സൂംബ ഡാൻസ് എന്ന് ഇദ്ദേഹത്തെ പറഞ്ഞ് പഠിപ്പിച്ച ആളാരാണ് എന്നറിയില്ല. എന്തായാലും അതൊരു തെറ്റായ ധാരണയാണ്. താങ്കളെ ആരോ സൂംബ ഡാൻസ് ആണ് എന്ന് പറഞ്ഞു കൊണ്ടുപോയിട്ട് ബെല്ലി ഡാൻസ് അല്ലെങ്കിൽ ക്യാബറേ നൃത്തം കാണിച്ചിരിക്കുന്നു. അപ്പോൾ അത് ആരാണ് എന്ന് താങ്കൾ കണ്ടെത്തണം കേട്ടോ. കാരണം അയാളാണ് താങ്കളെ പറ്റിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ നടപ്പാക്കുന്ന ഡാൻസ് നിങ്ങൾ ഈ പറഞ്ഞ പോലെയല്ല. പിന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് നടക്കുന്നത് കണ്ടാൽ, ഒന്നിച്ച് ഡാൻസ് കളിക്കുന്നത് കണ്ടാൽ അയ്യോ ഇവിടുത്തെ സദാചാരം തകർന്നേ എന്നൊക്കെ പെട്ടെന്ന് കരച്ചിൽ വരുന്നത് അത് വേറൊരു അസുഖമാണ്. അതിന് മരുന്നൊന്നുമില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഡാൻസ് എന്തായാലും സൂംബയല്ല. അതേതാണ് എന്നൊന്ന് കണ്ടെത്തി നോക്കും. താങ്കളെ കൊണ്ടുപോയി ആ സുഹൃത്തിനോടൊന്ന് അന്വേഷിക്കും. നീ അന്ന് സൂംബ എന്ന് പറഞ്ഞ് എന്നെ കാണിച്ചു ഡാൻസ് ക്യാബറ ആയിരുന്നോ അതോ ബെല്ലി ഡാൻസ് ആയിരുന്നോ എന്ന് ചോദിച്ചു നോക്കും കേട്ടോ. ഇനി വേറെ വല്ലതും ആണോ എന്നും അറിയില്ല. അതിനേക്കാളും കുറച്ചും കൂടി മറ്റേ മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള ഡാൻസുകളൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെ ഏതോ താങ്കളെ പറഞ്ഞ് പറ്റിച്ചതാണ്. അദ്ദേഹത്തോടൊന്ന് ചോദിച്ചു നോക്കും കേട്ടോ.